സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയെ കണ്ണീരണിയിച്ച ഒരു നൃത്തരൂപമാണ് വെള്ളാർമല സ്കൂളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചത്. അത് വേദിയിലാകെ ഒരു വേദന പടർത്തുകയും ചെയ്തു. ടീച്ചറുണ്ട്, വിദ്യാർത്ഥികളുണ്ട്. മക്കളെ, എങ്ങനെയുണ്ടായിരുന്നു? എല്ലാ ആശംസകളും മന്ത്രി പുരസ്കാരം നൽകി, ആശംസ പറഞ്ഞു. സന്തോഷമായോ? ഒത്തിരി സന്തോഷമുണ്ട്. ഇത്രയും വിചാരിച്ചില്ല ഞങ്ങൾക്ക് കിട്ടുന്നു. ശരി പറഞ്ഞാൽ നിങ്ങൾക്ക് സംഭവിച്ചത് എന്തോ അതാണ് ഇവിടെ കാണിച്ചത് അല്ലേ? അതെ, അവിടെ നടന്ന കാര്യങ്ങളെല്ലാമാണ് പാട്ടിലൂടെ ഇതാക്കിയത്, ഡാൻസിൽ കളിച്ച് ഞങ്ങൾ കാണിച്ചത്. അവിടെ എന്തൊക്കെ സംഭവിച്ചു എന്ന് പുറം ലോകത്തൊന്ന് അറിയിക്കണം എന്നുള്ളത്. ഇങ്ങനത്തെ ഒരു സ്റ്റേജിൽ കയറിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇങ്ങനത്തെ ഒരു സ്റ്റേജിൽ കയറാൻ കഴിയുന്നതന്നെ വിചാരിച്ചില്ലായിരുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കുട്ടികൾ ഇങ്ങനെ നൃത്തം ചെയ്യുമ്പോൾ ഒരു ടീച്ചർ അവിടെ നിന്ന് കരയുന്നുണ്ടായിരുന്നു. ടീച്ചറുടെ പേരെന്താ? സിമി എന്നാണ് പേര്. എവിടെയാ വീട്? വീട് ചുണ്ടയിലാണ്, വയനാട് തന്നെയാണ്. ഈ അപകടമൊക്കെ നേരിട്ട് കണ്ടു. കുട്ടികൾ അത് നൃത്താവിഷ്കാരത്തിലൂടെ അവതരിപ്പിക്കുന്നത് കണ്ടപ്പോൾ ടീച്ചർക്ക് കണ്ണീര് വന്നു പോയി. അവരിവിടെ കയറിയപ്പോൾ അവര് ശാസ്ത്രീയമായിട്ട് നൃത്തം അഭ്യസിച്ച കുട്ടികളൊന്നും അല്ല, പക്ഷെ ഇവരുടെ അനുഭവമാണ് ഇവരവിടെ കാണിച്ചു തന്നിരിക്കുന്നത്. വിദ്യാലയത്തിന്റെ ചരിത്രമാണ് ഇതിലൂടെ പറയുന്നത്. അപ്പോൾ ഇന്ന് വരെ സംഭവിച്ച കാര്യങ്ങളാണ് പറയുന്നത്. അവർ ഏറ്റവും മനോഹരമായിട്ട് അവർ ചെയ്തു. അപ്പോൾ അത് കണ്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. സന്തോഷം കൊണ്ട് വന്ന കണ്ണുനീരാണത്. അവരത്ര മനോഹരമായി ചെയ്തു. ശരിക്കും പറഞ്ഞാൽ അവരെ പ്രത്യേകം പഠിപ്പിക്കുകയോ അങ്ങനെ ഒരു അഭ്യസിച്ചിട്ടുള്ള കുട്ടികളല്ല, അങ്ങനെ പഠിച്ച കുട്ടികളൊന്നും അല്ല. പക്ഷെ അവർ എങ്ങനെയാ വന്നത്? അവസാനം ഒരു അതിജീവനത്തിന്റെ ഒരു കഥ കൂടി പറഞ്ഞാണല്ലോ അവസാനം. അത് എല്ലാ ടീച്ചേഴ്സാണ്, പ്രത്യേകിച്ച് ഉണ്ണിസാറാണ്. ഇത് ഭയങ്കര സന്തോഷമായി ഇത് കണ്ടപ്പോ. അത്ര നന്നായിട്ട് ഇവര് കളിച്ചു. എല്ലാവർക്കും ആശംസകൾ. ആ സ്കൂളിലെ 13-14 കാലത്തെ എച്ചമാണ് ഞാൻ. ഇവരെയും കാത്ത് ഇന്നലെ മുതൽ കാത്തിരിക്കുക. ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിച്ചിട്ടില്ല. കണ്ടിട്ട് എങ്ങനെയുണ്ട് സാറേ? അടിപൊളിയായല്ലേ? സ്വന്തം മനസ്സിൽ നിന്നാണ് കളിക്കുന്നത്. അതെ, ഞാൻ 3 ദിവസം വരെ ക്യാമ്പിലുണ്ടായിരുന്നു. ഇവരെ എനിക്ക് പരിചയം, ഇവരെ ചേച്ചിമാരൊക്കെ നാട്ടുകാരൊക്കെ. ആശംസകൾ ടീച്ചർക്കും കുട്ടികൾക്കും ആശംസകൾ. വലിയ ഒരു കണ്ണുനീരിൻ്റെ ഒരു കാഴ്ചയാണിന്ന് സംസ്ഥാന കലോത്സവ വേദിയിൽ കണ്ടത്. ക്യാമറമാൻ വിനയനൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോട്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. ിൽ